നമസ്കാരം. പലപ്പോഴും രോഗികൾ നമ്മുടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടറെ ഏത് പെയിൻ കില്ലറാണ് സേഫായിട്ട് കഴിക്കുന്നത്, ഏതിലാണ് സൈഡ് എഫക്റ്റ് ഏറ്റവും കുറവ്? ഈ പെയിൻ കില്ലർ എന്ന് പറയുമ്പോൾ സാധാരണ ഉദ്ദേശിക്കുന്ന രണ്ട് ടൈപ്പ് മരുന്നുകളാണ് നമ്മൾ പെയിൻ കില്ലർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്ന് നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറയും. നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് അതിൽ വരുന്ന മരുന്നുകളാണ് ഈ വോവറാൻ എന്ന് പറയുന്ന മരുന്ന്, ന്യൂകോക്സിയ എന്ന് പറയുന്ന മരുന്ന്, എറ്റോറിക്കോക്സിബ്, അതുപോലെയുള്ള കുറേ മരുന്നുകളുണ്ട്. മെഫനിമിക് ആസിഡ്, മെഫ്താൽ എന്ന് പറയുന്ന കുറേ ആളുകൾ കഴിയുന്ന മെഫ്താൽ, ഇതെല്ലാം നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറഞ്ഞ ഡ്രഗാണ്. മറ്റൊരെണ്ണമാണ് ഒപ്പിയോയിഡ് ലൈക്ക് എന്നൊക്കെ പറഞ്ഞ ട്രെമഡോൾ പോലെയുള്ള മരുന്നുകൾ. ഇത് രണ്ടിനും രണ്ട് തരത്തിലുള്ള ഒരു പ്രൊഫൈലാണുള്ളത്. ഇതിൽ ഒന്ന് നമ്മൾ സാധാരണ 99% വേദന സംഹാരികളും ഈ ആദ്യം പറഞ്ഞ വിഭാഗത്തിൽ, അത് വോവറാനോ അല്ലെങ്കിൽ എറ്റോറിക്കോക്സിബോ തുടങ്ങിയ ഒരു ഗണത്തിൽ പെടുന്നതാണ്. അത് പലപ്പോഴും വേദനയെ പെട്ടെന്ന് കുറയ്ക്കും, വളരെ എഫക്റ്റീവായിട്ടുള്ള പെയിൻ കില്ലേഴ്സാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ എല്ലാ പെയിൻ കില്ലേഴ്സിനും, എസ്പെഷ്യലി ഈ വോവറാനാണെങ്കിലും എറ്റോറിക്കോക്സിബിനാണെങ്കിലും അതിൻ്റേതായ സൈഡ് എഫക്ട്സ് ഉണ്ട്. അത് എസ്പെഷ്യലി ലോങ് ടേം യൂസിൽ വളരെ നല്ലതല്ല. ഒരാൾക്ക് പെട്ടെന്ന് നടുവെട്ടി ആ സമയത്ത് പെയിൻ കില്ലർ കഴിക്കുന്നത് കുഴപ്പമില്ല, പല്ലെടുക്കും ഭയങ്കര വേദന വരുന്നു, വേദന സംഹാരം കഴിക്കുന്നതിൽ 1-2 ഡോസ് കഴിക്കുന്നത് തെറ്റില്ല. അപ്പോൾ ലോങ് ടേം ഇത് തന്നെ കുറേ നാളത്തേക്ക് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അനാവശ്യമായ വളരെയധികം സൈഡ് എഫക്റ്റ് ഉണ്ടാകും. ഒന്ന്, വയറിൽ പ്രശ്നം ഉണ്ടാകും, ഗ്യാസ്ട്രൈറ്റിസ് വന്ന് വയറിൽ പുണ്ണ് വരാം, അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യം. 2, കിഡ്നിക്ക് ഡാമേജ് വരാം. ഫോർ എക്സാമ്പിൾ, പെയിൻ കില്ലേഴ്സ് ലോങ് ടേം കഴിച്ചു കഴിഞ്ഞാൽ ക്രിയാറ്റിൻ പതുക്കെ NSAID ഇൻഡ്യൂസ് നെഫ്രോപ്പതി എന്ന് പറയും. കുറേ നാൾ കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ക്രിയാറ്റിൻ കൂടുകയും അത് 1.5-2.5 മുകളിലൊക്കെ പോവുകയും പിന്നെ അവസാനം കിഡ്നി ഫെയിൽ ആകുന്നൊരു കണ്ടീഷൻ വരാം. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക്കും ഈ ഗുളികകൾ കൂട്ടുന്നുണ്ട്. അപ്പോൾ എത്ര പെയിൻ കില്ലർ സേഫായിട്ട് കഴിക്കാമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പെയിൻ കില്ലറിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഏറ്റവും സ്പെയറിംഗ്, നമ്മളിപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രിസ്ക്രിപ്ഷൻ കാണാൻ നിങ്ങൾക്കറിയാം, നമ്മൾ പെയിൻ കില്ലർ വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. വല്ലപ്പോഴും സിവിയർ പെയിൻ വരുമ്പോൾ 1-2 കഴിക്കാം. മാക്സിമം 5 ടാബ്ലറ്റൊക്കെയാണ് 2-3 മാസത്തേക്ക് നമ്മൾ കൊടുക്കാറ്. ഒരു 90% പ്രിസ്ക്രിപ്ഷനും പെയിൻ കില്ലർ കാണുകയില്ല. കാരണം പെയിൻ കില്ലർ വാതരോഗമുള്ളവർ പെയിൻ കില്ലർ കഴിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? വാതരോഗം കറക്റ്റായിട്ട് കൺട്രോൾ ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പെയിൻ കില്ലർ കഴിക്കുന്നത് കഴിയുന്നതും കുറയ്ക്കുക. കാരണം പെയിൻ കില്ലർ കഴിക്കുന്നതിനേക്കാൾ നല്ലത് കറക്റ്റായിട്ട് മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ വാതരോഗം കുറയുകയും സന്ധികൾ നീർക്കെട്ട് കുറയുകയും ചെയ്യും. പെയിൻ കില്ലർ കഴിക്കുമ്പോൾ നീർക്കെട്ട് കുറയുന്നില്ല, നീരവിടെ കാണും, വേദന മാത്രമേ കുറയുന്നുള്ളൂ. വേദന മാത്രമേ കുറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നീര് കുറയണം. നീര് കുറഞ്ഞില്ലെങ്കിൽ വേദന കുറയുകയും നീരവിടെ കിടക്കുകയും ചെയ്താൽ എന്ത് പറ്റും? കുറച്ച് കഴിയുമ്പോൾ ജോയിൻറ്റിന് ഡാമേജ് വരും. അതുകൊണ്ട് പെയിൻ കില്ലേഴ്സിൻ്റെ യൂസ് ഏറ്റവും കുറയ്ക്കുക. 1-2 പെയിൻ കില്ലർ 1-2 മാസം കൂടുമ്പോൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണ്, പെട്ടെന്ന് വേദന വന്നു 1-2 പെയിൻ കില്ലർ കഴിക്കാൻ തെറ്റില്ല. പക്ഷേ ഈ പെയിൻ കില്ലർ കയ്യിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് കഴിക്കുക എന്നുള്ള ശീലം നമ്മൾ എന്ത് വില കൊടുത്തു, അതുപോലെ എസ്പെഷ്യലി വോവറാനോ ന്യൂകോക്സിയ അല്ലെങ്കിൽ അങ്ങനത്തെ ഗുളികകൾ, നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ലോങ് ടേം ഉപയോഗിക്കുന്നത് ഒരു തരത്തിലും റെക്കമെൻഡ് അല്ല. കാരണം അതിന് പലതരത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ട്. അതേസമയം ട്രെമഡോൾ പോലുള്ള മരുന്നുകൾ മറ്റേതിനേക്കാളും കുറച്ച് ലെസ് എഫക്റ്റീവ് സിഗ്നിഫിക്കൻ്റ് ലെസ് എഫക്റ്റീവാണ്. അതായത് അതൊരു ക്രോണിക് പെയിൻ, ഓസ്റ്റിയോആർട്രിറ്റിസ് പോലുള്ള പെയിൻ ഇടയ്ക്ക് യൂസ് ചെയ്യാവുന്ന, മറ്റേതുപോലെ വളരെ സിവിയർ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഇല്ലാത്ത മരുന്നുകളാണ് ഈ ട്രെമഡോൾ പോലുള്ള മരുന്നുകൾ. അപ്പോൾ ഈ ട്രെമഡോൾ പോലുള്ള മരുന്നുകൾ എന്താണ്? അതും ലോങ് ടേം ഹയർ ഡോസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നം ഉണ്ടാകും. ഒന്ന് കോൺസ്റ്റിപ്പേഷൻ പോലെ പ്രശ്നം ഉണ്ടാകാം. ഈ പ്രായമായവർ യൂസ് ചെയ്താൽ പെട്ടെന്ന് ചെറിയ മയക്കം പോലെയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അതും വളരെ സൂക്ഷിച്ച് തന്നെ യൂസ് ചെയ്യേണ്ടതാണ്. ആ പെയിൻ കില്ലേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്, കഴിയുന്നതും എസ്പെഷ്യലി നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, അതായത് വോവറാൻ പോലുള്ള മരുന്നുകളോ അല്ലെങ്കിൽ മെഫ്താൽ പോലുള്ള മരുന്നുകളോ എറ്റോറിക്കോക്സിബോ ന്യൂകോക്സിയ പോലുള്ള മരുന്നുകളൊക്കെ കൂടുതൽ കഴിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഹാവിങ് സെഡ് ദാറ്റ്, വല്ലപ്പോഴും ഒരു വേദന കൂടുമ്പോൾ ഒരു ഗുളിക കഴിക്കുന്നത് വലിയ തെറ്റില്ല. പക്ഷേ ഒരിക്കലും മാസങ്ങളോളം നിങ്ങൾ കഴിക്കാതിരിക്കുക. എസ്പെഷ്യലി ഗൾഫിൽ പോകുന്ന പേഷ്യൻസിനെ നമ്മൾ ചോദിക്കും, ഒരു കൊല്ലത്തേക്കൊക്കെ ആയിരിക്കുമല്ലോ പോകുന്നത്, ഒരു 5, അപ്പോൾ നമ്മൾ മാക്സിമം ഒരു 10 മരുന്ന് കൊടുക്കുക. മാസം 1-2 കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എങ്കിലും അങ്ങനെ അത് കഴിക്കേണ്ടതിൻ്റെ എണ്ണം കൂടി വരികയാണെങ്കിൽ അർത്ഥം വാതരോഗത്തിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മരുന്ന് വേദനമാരി കൂടുതൽ കഴിക്കേണ്ടി വന്നു ഡോക്ടറോട് എപ്പോഴും പറയുക, ഡോക്ടർ എനിക്ക് ഇത്രയും പ്രാവശ്യം വേദനമാരി കഴിക്കേണ്ടി വന്നു, ഒരു മാസം 2-3 കഴിക്കേണ്ടി വന്നാൽ ഡെഫിനറ്റ്ലി അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആർത്രൈറ്റിസിൻ്റെ മെഡിസിൻ്റെ ഡോസ് ശരിയാക്കേണ്ടിയിരിക്കുന്നു. അത് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഇതിൻ്റെ വേദനമാരിയുടെ ഉപയോഗം ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ തന്നെ നമുക്ക് കഴിയും.